ഹായ് ഗൈസ്, ഇന്ന് ഞാൻ ചിക്കൻ ഷവായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വിനാഗിരിയും കൂടി ചേർത്തിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുക. ഇനി ചിക്കൻ എടുക്കുക, അത് നന്നായിട്ട് കുത്തി കൊടുക്കുക. അതിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തണത് കേട്ടോ. ഇവിടെ ഞാൻ കറിക്ക് കൊണ്ടുവന്ന ചിക്കനിൽ ഒരു 2-3 കഷ്ണം എടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഷവായയുടെ വലുപ്പമുള്ള പീസൊന്നല്ല ഇത് എടുത്തിരിക്കുന്നത്. ഈ ഒരു റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ തൊട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചിക്കൻ വലുതോ ചെറുതോ ഒന്നും നോക്കാതെ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ഇതിലേക്ക് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ് ഇത്രയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക. ചെറിയ ഉള്ളിയാണ് വേണ്ടത്, അതില്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളി എടുത്തു കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുളകിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് ആ ചിക്കനിലോട്ട് ഇട്ടിട്ട് ഒരു 2-3 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഒരു കുക്കറിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2 വിസിൽ അത്രയും മതി കേട്ടോ. ദെൻ ആഫ്റ്റർ 2 വിസിൽ നമ്മൾ അതിലെ ചിക്കന് മാത്രം എടുത്തിട്ട് ചൂടായ ഓയിലിട്ടിട്ട് ഒന്ന് തിരിച്ച് മറിച്ച് എടുക്കട്ടോ. ഇനി അതേ ഓയിലിലേക്ക് തന്നെ ആ മസാല ഉണ്ടല്ലോ അതും കൂടി ഇട്ടെടുത്തിട്ട് ഒരു തിള വരുമ്പോൾ ആ മാറ്റി വെച്ച ചിക്കനും കൂടി അതിലിട്ട് കൊടുത്താൽ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായേ. ഞാനിതിൻ്റെ കൂടെ എടുത്തേക്കുന്ന ദോശയാണ് കേട്ടോ. ദോശയുടെ ഒരു പീസും ചിക്കനും ആ മസാലയും കൂടിയൊക്കെ കൂട്ടി ഞാൻ കഴിച്ചിട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ലടാ, സംഭവം കിടുവാണ്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇതിൻ്റെ കൂടെ മന്തി റൈസൊക്കെ പൊളിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.